नहीं ओ तारे तोड़न दी गल कर दे ओही कहिए जो करना जान दे सानू आउंदी ए समय दी नब्ज फड़नी रंग महफिल च भरना जान दे जद भी जोश जवानी ने छल मारी ओ साडा चादरे सवाउण नू जी करया सप खुंडे ते काटवां नू तेल ला के ओ धुप वांग लिशकाउण नू जी करया ओ साडे ढोल नू सारा ही जग जाने भर भर खड़काउण नू जी करया ओए असीं किवें आ भंगड़े ते राज करदे अज फेर दिखाउण नू जी करया दिलां विच इहो जिहे जज्बे ते बुलियां ते मिठी मिठी मुस्कान लैके पंजाब दे मुछफड़ गबरू पेश करन जा रहे हैं पंजाब दा जगत प्रसिद्ध लोक नाच भंगड़ा 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 പഞ്ചാബിലെ മുക്സർ ജില്ലയിലാണ് മലോട്ട് മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ. CST സഭാ സമൂഹം ഇന്ന് ഈ ദേശത്ത് പുളിമാവ് എന്ന പോലെ പ്രവർത്തിക്കുന്നു. ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കൗൺസിലിങ്ങുകൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, സ്വയം സഹായ സംഘങ്ങളുടെ രൂപീകരണം, സ്ത്രീകൾക്കുള്ള സമ്പാദ്യ പദ്ധതികൾ, കുഷ്ഠരോഗി പരിചരണം തുടങ്ങി ഈ ദേശത്തെ ഗ്രാമീണ ജനതയ്ക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുളിമാവായി CST സഭാ സമൂഹം മാറിയിരിക്കുന്നു. എൻ്റെ പേര് ഫാദർ മാത്യു കുമ്പുക്കൽ CST. ഞാൻ ചെറുപുഷ്പ സഭയുടെ അംഗമാണ്. 2000 വരെയും ഞാൻ രാജസ്ഥാൻ മിഷനിൽ ജോലി ചെയ്തു. അതിനുശേഷം 2009 കേരളത്തിൽ ചെറുപുഷ്പ സഭയുടെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2015 എൻ്റെ സുപ്പീരിയർ ജനറൽഷിപ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചാബ് രാജസ്ഥാൻ മിഷനിലേക്ക് പോരുകയും എനിക്കാദ്യമായി ഈ മലോട്ട് ആശ്രമത്തിൽ ആശ്രമ സുപ്പീരിയറായിട്ടും ചെറുപുഷ്പ സഭയുടെ മിഷൻ സെമിനാരിയായ ലിറ്റിൽ ഫ്ലവർ സെമിനാരി റെക്ടറായിട്ടും എന്നെ അധികാരികൾ നിയമിച്ചു. അങ്ങനെ 2015 ജൂലൈ മാസം മുതൽ ഞാൻ ഈ മലോട്ട് ആശ്രമത്തിലാണ്. അതുപോലെ തന്നെ ഈ സെമിനാരി ഡയറക്ടറായിട്ടും ഞാൻ ജോലി ചെയ്യുന്നു. ചെറുപുഷ്പ സഭയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1931 മാർച്ച് 19-ാം തീയതിയാണ് ചെറുപുഷ്പ സഭ കേരളത്തിൽ എറണാകുളത്ത് അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ എന്ന പ്രദേശത്ത് സ്ഥാപിതമായത്. അത് സ്ഥാപിച്ചത് അന്നത്തെ എറണാകുളം രൂപതയിലെ ഒരു വൈദികനായിരുന്ന ഫാദർ തോമസ് പാണാട്ട് അച്ഛനാണ്. പിന്നീട് അച്ഛൻ ചെറുപുഷ്പ സഭയുടെ തന്നെ അംഗമായി തീർന്ന് ഫാദർ ബസീലിയൂസ് എന്ന നാമം സ്വീകരിച്ചു. 1931
ചെറുപുഷ്പ സഭ സ്ഥാപിതമായത് ബ്രദർഹുഡിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ലിറ്റിൽ ഫ്ലവർ ബ്രദർഹുഡ് എന്ന ആയിരുന്നു അന്ന് ആദ്യത്തെ പേര്. എന്നാൽ 1945 അവരുടെയും സമ്മതത്തോടു കൂടി ചെറുപുഷ്പ സഭ ഒരു ക്ലറിക്കൽ കോൺഗ്രിഗേഷൻ, അതായത് വൈദികരെയും കൂട്ടിയുള്ള ഒരു സഭയായിട്ട് എറണാകുളം മെത്രാപ്പോലിത്ത ഉയർത്തി. ചെറുപുഷ്പ സഭയുടെ ആരംഭം മുതൽ 2 കാര്യങ്ങൾക്കായിരുന്നു സഭാ സ്ഥാപകൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം സമുദായ ഉദ്ധാരണവും മിഷൻ പ്രവർത്തനവുമായിരുന്നു. 1970 ആയപ്പോഴേക്കും വൈദികർ കൂടുതലായി സഭയിലുണ്ടായി. അന്ന് ജീവിച്ചിരുന്ന സഭാസ്ഥാപകൻ ചെറുപുഷ്പ സഭയെ കേരളത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അതിനപ്പുറമായി മിഷൻ പ്രദേശത്തേക്കും വ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ട പ്രവർത്തനം നടത്തുകയും ചെയ്തു. കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ടെക്നിക്കൽ സ്കൂളുകൾ, ആതുരാലയങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സഭ വികസിക്കുന്ന അവസരത്തിൽ ഡോക്ടർ യൂജിൻ ഡിസൂസ ഭോപ്പാലിലെ ആർച്ച് ബിഷപ്പിൻ്റെ ക്ഷണപ്രകാരം 1973 2 സഭാംഗങ്ങളെ, ഫാദർ ഫെലിക്സ് CST, ഫാദർ ബ്രൂണോ CST, ഇവരെ ഞങ്ങളുടെ സഭാസ്ഥാപകൻ മിഷനിലേക്ക് അയക്കുന്നതും അങ്ങനെ ആദ്യ പരിശീലനം മിഷൻ പ്രദേശത്ത് അവർക്ക് ലഭിക്കുന്നതും. 1973 ഡോക്ടർ സിംബോറിയൻ കീപ്പുറത്ത് ജലന്ധർ രൂപതയുടെ മെത്രാൻ അന്ന് ചെറുപുഷ്പ സഭ അധികാരികളുമായി ബന്ധപ്പെടുകയും ചെറുപുഷ്പ സഭാംഗങ്ങളെ ഈ മിഷൻ പ്രദേശത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായി 1973 4 അച്ഛന്മാരെ സഭ ഈ ജലന്ധർ മിഷനിലേക്ക് അയക്കുന്നത്. അവർ ഫാദർ ഡൊമിനിക് കോക്കാട്ട്, ഫാദർ ജോൺ കുടിലിൽ, ഫാദർ ബ്രൂണോ പാഴുപ്പറമ്പിൽ, ഫാദർ ജോസഫ് ചാത്തനാട്ട് എന്നിവരായിരുന്നു. അവർ ആദ്യമായി ജലന്ധർ രൂപതയിൽ വന്ന് അവരെ നക്കോഡാർ, കപ്പൂർത്തല എന്നീ സ്റ്റേഷനിലേക്കാണ് പിതാവ് ആദ്യം അയച്ചത്. അവർ ഭാഷ പഠിക്കുകയും ഇവിടുത്തെ സംസ്കാരവുമായി ഇണങ്ങിച്ചേരുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. 7 മാസത്തിന് ശേഷം ഈ അച്ഛന്മാർ പിതാവിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റിയ മിഷൻ സ്ഥലങ്ങൾ നൽകിയാൽ നന്നായിരിക്കുമെന്ന്. അതനുസരിച്ച് ആദ്യമായി ഫരീദ് കോട്ട്, ഫിറോസ്പൂർ എന്ന സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങളുടെ അച്ഛന്മാരെ അയച്ചത്. എന്നാൽ 1974 മുക്സർ എന്ന ഡിസ്ട്രിക്റ്റിലേക്ക് ചെറുപുഷ്പ വൈദികരെ പിതാവ് അയക്കുകയും അവിടെ ആദ്യമായി ഒരു ആശ്രമത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. രൂപതയിൽ നിന്ന് തന്നെ 2.5 ഏക്കർ സ്ഥലം പണം കൊടുത്ത് മേടിച്ച് അങ്ങനെയാണ് ആദ്യമായി ഞങ്ങളുടെ ഒരു സ്റ്റേഷൻ മുക്സറിൽ ആരംഭിക്കുന്നത്. അവിടെ പാവപ്പെട്ടവരുടെ ഇടയിൽ ജോലി ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ട് അച്ഛന്മാർ തങ്ങളുടെ മിഷൻ പ്രവർത്തനം തീക്ഷ്ണതയോടുകൂടി ആരംഭിച്ചു. അവിടുന്നാണ് പിന്നീട് ഞങ്ങളുടെ സഭയുടെ വിവിധ പ്രവർത്തനങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. പിന്നീട് 1973 സഭയും ജലന്ധർ രൂപതയുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും അതനുസരിച്ച് 4 ഡിസ്ട്രിക്റ്റുകൾ ചെറുപുഷ്പ സഭയുടെ പ്രവർത്തനത്തിനായി പിതാവ് വിട്ടുതരികയും ചെയ്തു. ആ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അച്ഛന്മാർ വന്ന് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും മിഷൻ സ്റ്റേഷനുകൾ ആരംഭിച്ചതും അങ്ങനെ ഈ മലോട്ടിലേക്ക് തന്നെ ഞങ്ങളുടെ പുതിയ ഒരു സ്റ്റേഷൻ ആരംഭിക്കുവാൻ വേണ്ടി പ്ലാൻ ഇടുന്നതും. മലോട്ട് ഒരു പുതിയ സ്റ്റേഷൻ ആരംഭിക്കാൻ പ്രധാനമായ കാരണം അന്ന് ഫരീദക്കോട്ട് ജോലി ചെയ്തിരുന്ന ജോൺ കുടിലച്ചൻ്റെ അടുത്തേക്ക് മുക്സർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഈ മലോട്ട് പ്രദേശത്തു നിന്നും ഒരു ഡെലിഗേഷൻ വന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു, ഇവിടെ നിങ്ങൾ വന്ന് ഒരു സ്റ്റേഷൻ തുടങ്ങുവാനും ഒരു സ്കൂൾ തുടങ്ങുവാനുമായിട്ട്. അവർ അതിൽ സഹായിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഫാദർ ജോൺ കുടിലിൽ ഈ മലോട്ട് പ്രദേശത്ത് വരികയും അവരുടെ സഹായത്തോടെ കുറച്ച് സ്ഥലം ഇവിടെ മേടിക്കുകയും ചെയ്തത്. ഇന്ന് ഈ സെമിനാരിയും ഈ സ്കൂളും ഈ ആശ്രമവും ഇരിക്കുന്ന ഈ പ്രദേശം മുഴുവൻ വയലുകളായിരുന്നു. ഒരു വീട് പോലും ഇതിൻ്റെ അടുത്തിലായിരുന്നു. എന്നാൽ ഇവിടെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ഒരു സ്കൂൾ ആരംഭിക്കുന്നത്.
അന്ന് ക്ലാരിഷ് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്ന സഭയിലെ 2 സിസ്റ്റേഴ്സ് വന്ന് അച്ഛനെ സഹായിച്ചു. വെറും 12 കുട്ടികളുമായി ആരംഭിച്ച ഒരു സ്കൂളാണ് സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് സ്കൂൾ മലോട്ട്. ഇന്ന് 3000-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആയിരങ്ങൾ ഇവിടുന്ന് വിദ്യാഭ്യാസം പ്രാപിച്ച് പൂർത്തീകരിച്ച് പോയി ഇന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അവർ ഉന്നതമായ സ്ഥാനങ്ങളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹവും ഞങ്ങളുടെ ചെറുപുഷ്പ സഭയുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രസ്യയുടെ പ്രത്യേക മധ്യസ്ഥവും ഞങ്ങൾ കാണുകയാണ്. കാരണം ചെറിയൊരു വിത്തായി വളർന്ന് ഒരു വലിയ പൂമരമായി വളർന്ന് ഇന്ന് ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഒരു പ്രദേശമായി ഈ മലോട്ട് മാറി. ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ദാനം എന്ന് വിശ്വസിച്ച് മലോട്ട് മിഷൻ സ്കൂൾ ശക്തമായ മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നു. മിഷൻ സ്കൂളിലാണ് തങ്ങളുടെ മക്കൾ പഠിക്കുന്നത് എന്ന കാര്യം ഇന്നിവിടെ മാതാപിതാക്കളുടെ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. മലോട്ട് പ്രദേശത്ത് CST സഭാ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ ഗവൺമെൻറ് നൽകുന്നുണ്ട്. സഭയുടെ പ്രവർത്തനം ഗ്രാമീണ മേഖലകളിൽ ജനങ്ങളെ ശാക്തീകരിക്കുകയും പാവങ്ങളിൽ പാവങ്ങളെ ഉയർത്തുന്നതുമാണെന്ന് വിവിധ സർക്കാരുകൾക്കും ബോധ്യമുണ്ട്. കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ഫാമിലി അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഏകദേശം 50-55 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്കൂളിൻ്റെ ആ വളർച്ചയും മറ്റ് പുറത്തു നിന്നുള്ള സപ്പോർട്ടും അവരുടെ അംഗീകാരവും ഒക്കെ നമ്മുടെ സ്കൂളിനെ ഒത്തിരി വളർത്തി. ഇപ്പോൾ 90-95 അടുത്ത് ടീച്ചേഴ്സും കുട്ടികളായാലും 3500-4000 ഇടയ്ക്കുള്ള കുട്ടികളും ഉണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും അവരുടെ കായികമായിട്ടും കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ വളരെയധികം നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കുട്ടികൾ പഠിച്ച് പോയി വരുമ്പോൾ തന്നെ പുറത്ത് ഹയർ സ്റ്റഡീസിനൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളായാലും നമ്മളോട് പറയാറുണ്ട് സ്കൂള് ശരിക്കും മിസ് ചെയ്യുന്നു എന്ന്. കാരണം നമ്മളുടെ ഈ കോൺവെൻറ്റ് സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് മറ്റൊരു സ്കൂളിലും കിട്ടില്ല. അത് രക്ഷകർത്താക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു അഭിപ്രായമാണ്. നമ്മുടെ അച്ഛന്മാർ CST കോൺഗ്രിഗേഷനിലുള്ള അച്ഛന്മാരുടെ കഠിനാധ്വാനം അവർ പുറത്തായാലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അവരിലേക്കൊക്കെ ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. കാരണം ഈശോ നമ്മളെ പഠിപ്പിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക, അംഗീകരിക്കുക, അതൊക്കെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ അച്ഛന്മാരുടെ കൂടെ ആണെങ്കിലും മറ്റുള്ള കുട്ടികളാണെങ്കിലും ചെല്ലുമ്പോഴത്തേക്കിനും കുട്ടികൾക്കും അതൊരു വലിയ പ്രചോദനമാണ്. എല്ലാവരെയും സമന്മാരായി കാണാനും സാമ്പത്തികമായോ സാമൂഹികപരമായോ ആരെയും പിന്തള്ളാതെ സമന്മാരായി കണ്ട് എല്ലാവരെയും അംഗീകരിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിവിടെ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നുണ്ട്. വില്ലേജുകളിലൊക്കെ പോയി അവരുടെ ജീവിത രീതികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടറിഞ്ഞ് അവരെ ഏത് രീതിയിലും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അവർ ഒത്തിരി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. മറ്റുള്ള വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, സാമ്പത്തികമായി ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്തവരെ ചികിത്സിക്കുക, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ടു പഠിച്ച് അപ്പോൾ അവരിലേക്ക് ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ SUPWൻ്റെ ഭാഗമായി ഞങ്ങൾ ലെപ്പേഴ്സ് കോളനി അതുപോലെയുള്ള ഇങ്ങനെ സ്ലം ഏരിയയിലൊക്കെ കുട്ടികളെയും കൊണ്ട് പോകാറുണ്ട്. അവിടെ പോയി അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ കളക്ട് ചെയ്യും, കുട്ടികൾ തന്നെ കളക്ട് ചെയ്യുക. അധ്യാപകരുടെയും നമ്മുടെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരവിടെ കൊണ്ടുപോയി അവരുടെ കൂടെ സമയങ്ങൾ ചെലവഴിച്ച്
അവരോടുകൂടി സംസാരിച്ച് അവർക്കതൊക്കെ വിതരണം ചെയ്ത്, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല അല്ലാതെ വിദ്യാഭ്യാസപരമായി അവരെ സഹായിക്കുക, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അങ്ങനെ കൊടുത്ത്, അങ്ങനെ ഒത്തിരി സഹായം അവരിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജാതിമതഭേദമന്യേ സമഭാവനയോടെ കുഞ്ഞുങ്ങളെ കാണുന്നതിനും പഠിപ്പിക്കുന്നതിനും അവരെ വളർത്തിയെടുക്കുന്നതിനും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. അതുവഴിയായിട്ട് ആ തുല്യത, സമഭാവന ആ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുവാനും ഈ സൊസൈറ്റിയിൽ അതനുസരിച്ച് ഈ സൊസൈറ്റിയെ ഒരു പുതിയ തലമുറയെ അതിലൂടെ വാർത്തെടുക്കുവാനും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥവും ഓരോ നിമിഷവും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. Myself Ritu Futela from Malot city. I'm working here as a teacher from last 4 years. Even I'm a part of this institution from last many years because my education is also from Sacred Heart Convent School, Fazilka. This institution started from last 40 years. Even there are more than 1400 students are in our school. The parents are very, very much cooperative with the teachers, and I feel very honored to work here as a teacher. Sacred Heart is cleared by its name only, because Sacred Heart means a very pure heart. So we are learning here many things with kids also. We are enjoying many things because we are not only teaching them, we are also learning from them many things. So in conclusion, I would like to say that I feel really very proud to being a part of this school. ഇത് നൂർദേവ്. സാമ്പത്തിക ആരോഗ്യ കാരണങ്ങളാൽ പഠനം അവസാനിപ്പിച്ച ഈ പെൺകുട്ടിയുടെ കഥ CST സഭാ സമൂഹത്തിൻ്റെ ശുശ്രൂഷാ മേഖലകളുടെ ഒരു ഉദാഹരണമാണ്. വൈദികർ മികച്ച ചികിത്സ നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന നൂർ ഇന്ന് മലോട്ട് മിഷൻ സ്കൂളിൽ മിടുക്കിയായി പഠിക്കുന്നു. രോഗികളായ അനേകം കുടുംബങ്ങൾ വൈദികരുടെ പ്രാർത്ഥനയാൽ ഈ ദേശത്ത് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. CST സഭാ സമൂഹത്തിന് വിവിധ ജാതി മത വിഭാഗങ്ങൾക്കിടയിൽ സർവ്വസ്വീകാര്യത ലഭിക്കാൻ ഈ തുറന്ന മനസ്സോടെയുള്ള പ്രവർത്തനങ്ങൾ ഇടയാക്കി. ഞാനിവിടെ മലോട്ട് സേക്രഡ് ഹാർട്ട് ചർച്ച് എന്ന പള്ളിയുടെ വികാരിയും സേക്രഡ് ഹാർട്ട് ഗവൺമെൻറ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമാണ്. ഈ പള്ളിയും സ്കൂളുമൊക്കെ 1970-കളിൽ സ്ഥാപിതമായതാണ്. പള്ളി തുടങ്ങുമ്പോഴേക്കും ഏകദേശം 3 കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 250ഓളം ഭവനങ്ങൾ ഈ പള്ളിയുടെ കീഴിൽ
ഉണ്ട്. അപ്പോൾ സമഗ്ര വിമോചനം എന്ന ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാമൂഹികവും സാംസ്കാരികവും ആധ്യാത്മികവുമായ പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് സ്കൂള് ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ്. ഇവിടെ നമ്മൾ നല്ല വിദ്യാഭ്യാസവും ശിക്ഷണവും നൽകുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുകയാണ്. കാലാകാലങ്ങളിലുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പ്രവർത്തന ഫലമായിട്ട് ഇന്ന് ഒരു നല്ല നിലയിൽ എത്തുവാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പഞ്ചാബ് മീഡിയം സ്കൂളുമുണ്ട്. 520-ലധികം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുവാൻ ഇവിടുത്തെ പൈസ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കൂടുതൽ സ്വീകാര്യരായി ഞങ്ങൾ തീരുന്നുണ്ട്. അതോടൊപ്പം പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രവർത്തനങ്ങളും പദ്ധതികളുമൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മരിയൻ സേന, ലിറ്റിൽ വി അസോസിയേഷൻ, കാത്തലിക് യുവധാര, പിന്നെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഭവന സന്ദർശനം. ഇടവകയിലാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ വീട് സന്ദർശനത്തിന് പോകുന്നുണ്ട്. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ മാതാപിതാക്കൾക്ക് വിഷമമായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാൻ പോകുന്നു. അങ്ങനെ സർവാത്മന ഒരു നല്ല സേവന രംഗം ഞങ്ങൾക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഈ മിഷണറിമാർക്ക് ഒത്തിരി ആവശ്യമാണ്. പഞ്ചാബിലെ ഗ്രാമീണ ഭവനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഹമാം എന്ന് വിളിക്കുന്ന പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന ഈ ഗീസറുകൾ. എല്ലാ ഭവനങ്ങളിലും ഇത്തരം ഒരു ഹമാം ഉണ്ടായിരിക്കും. എപ്പോഴും ഇതിൽ തീ പുകഞ്ഞുകൊണ്ടിരിക്കും. തണുപ്പുകാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഗീസർ അത്യാവശ്യമാണിവിടെ. ഒരു കപ്പ് തണുത്ത വെള്ളം ഇതിലൊഴിച്ചാൽ ഏതാനും നിമിഷങ്ങൾക്കകം ഒന്നാം തരം ചൂടുവെള്ളം ലഭിക്കും എന്നതാണിതിൻ്റെ പ്രത്യേകത. പഞ്ചാബിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കിനോ പഴങ്ങൾ. മലോട്ട് പ്രദേശത്ത് ഈ പഴത്തോട്ടങ്ങൾ ഏറെയുണ്ട്. ഇത് സുഖ്ബീർ എന്ന കർഷകന്റെ തോട്ടമാണ്. ഓറഞ്ചിന്റെയും മുസംബിയുടെയും ഒരു സങ്കരമാണ് കിനോ പഴങ്ങൾ എന്ന് സുഖ്ബീർ പറഞ്ഞു. 20 ഏക്കറോളം വലിപ്പമുള്ള ഒരു തോട്ടമാണിത്. മൂത്തു പഴുത്ത കിനോ പഴങ്ങൾ ആരെയും ആകർഷിക്കുന്നതും മനോഹരവുമാണ്. വർഷത്തിൽ ഒരു വിളവെടുപ്പാണ് കർഷകർക്ക് ലഭിക്കുക എങ്കിലും ഏക്കറിന് 1 ലക്ഷത്തിലധികം വരുമാനമുണ്ടെന്ന് കർഷകർ പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പ്രിയപ്പെട്ടതാണ് പഞ്ചാബി കിനോ പഴങ്ങൾ. The Chronicles.